തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. മലയോര നിവാസികളുടെ ചിരകാല സ്വപ്നമായ മലയോര ഹൈവേയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് പണി പൂർത്തിയായതായും രണ്ടാം റീച്ച് 2 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 8.7 കിലോമീറ്റർ നീളമുള്ള കാളികാവ് കരുവാരക്കുണ്ട് റീച്ചാണ് പണി പൂർത്തിയായത്. 10.9 കിലോമീറ്റർ നീളമുള്ള പൂക്കോട്ടുംപാടം മൈലാടി റീച്ച് 2 മാസത്തിനകവും 12.31 കിലോമീറ്റർ നീളമുള്ള പൂക്കോട്ടുംപാടം കാളികാവ് റീച്ച് ഈ വർഷാവസാനത്തോടെയും പൂർത്തിയാക്കും. ജില്ലയിലെ ആകെ 69.05 കിലോമീറ്റർ മലയോര ഹൈവേയിൽ ബാക്കിയുള്ള 3 റീച്ചുകൾ ടെൻഡർ എസ്റ്റിമേറ്റ് നടപടികളിലാണെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മലയോര ഹൈവേയുടെ നിലവാരത്തിൽ വികസിപ്പിക്കുന്ന പൂക്കോട്ടുംപാടം തമ്പുരാട്ടിക്കല്ല് റോഡിന്റെ ആദ്യ റീച്ച് പൂക്കോട്ടുംപാടം കാറ്റാടിക്കടവ് വരെയുള്ള ഭാഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സാധ്യതകളെ വിനിയോഗിക്കാൻ മലയോര ജനതയ്ക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് 2016 അധികാരത്തിൽ വന്ന സർക്കാർ മലയോര ഹൈവേ പദ്ധതിക്ക് രൂപം നൽകിയത്. അതിൽ മലപ്പുറം ജില്ലയ്ക്ക് വലിയ മുന്നേറ്റം സാധ്യമാക്കാനായി മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടം കാളികാവ് 1-ാം ഘട്ടം 8.7 കിലോമീറ്റർ പ്രവൃത്തി പൂർത്തിയായി. പൂക്കോട്ടുംപാടം കാളികാവ് 2-ാം ഘട്ടം 12.31 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു. 2025 പ്രവൃത്തി അവസാനം പൂർത്തിയാക്കാനാകും. പൂക്കോട്ടുംപാടം മൈലാടിപ്പാലം 10.9 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു. 2 മാസത്തിനകം അതും പൂർത്തിയാക്കാനാകും എന്നുള്ള വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൂക്കോട്ടുംപാടം മൂലേപ്പാടം 2-ാം ഘട്ടം മൈലാടിപ്പാലം മുതൽ മൂലേപ്പാടം വരെ 11.5 കിലോമീറ്റർ സാങ്കേതിക അനുമതിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണ്. കക്കാടംപുഴയിൽ നിലമ്പൂർ 11.5 കിലോമീറ്റർ പുതുക്കിയ സാങ്കേതിക അനുമതിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നു. ചിറക്കൽ ഉച്ചാരക്കടവ് കാഞ്ഞിരമ്പാറ 12.28 കിലോമീറ്റർ സാങ്കേതിക അനുമതിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നു. ഇതാണ് മലപ്പുറം ജില്ലയിലെ പ്രവർത്തികളുടെ നിലവിലുള്ള പുരോഗതി. ആകെ 1166 കിലോമീറ്ററാണ് മലയോര ഹൈവേ. അതിൽ 793 കിലോമീറ്റർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിക്കുകയാണ്. ബാക്കി മറ്റു പദ്ധതികൾ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ എന്നുള്ളത് ഈ രാജ്യത്ത് ആദ്യമായി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളമാണെന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. മറ്റ് പദ്ധതികളിലും ബാക്കി ഉൾപ്പെടുത്തി ഇത് വികസിപ്പിച്ചു. 735 കിലോമീറ്റർ മലയോര ഹൈവേക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട്. 166 കിലോമീറ്റർ മലയോര ഹൈവേ ഇതിനകം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 322 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിച്ചു വരുന്നു. 3593 കോടി രൂപ ഇതുവരെ മലയോര ഹൈവേക്കായി സർക്കാർ അനുവദിച്ചു. 2025 അവസാനത്തോടുകൂടി കൂടുതൽ സ്ട്രെച്ചുകൾ പൂർത്തിയാക്കാൻ കഴിയും. ഇങ്ങനെ കേരളത്തിൽ പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ 9 വർഷം വലിയ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതിയാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രം എത്ര കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചത് നിങ്ങൾക്കറിയോ? 500 കോടിയോളം രൂപയുടെ പ്രവൃത്തികളാണ് ഈ നിയോജക മണ്ഡലത്തിൽ വിവിധ പൊതുമരാമത്ത് വിങ്ങുകളുടെ കാര്യം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് പൂർത്തീകരിക്കാനായത്. ഇതിൽ ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. കേരള റോഡ് ഫണ്ട് ബോർഡ് 63.40 കോടി രൂപ ചെലവിലാണ് 15 കിലോമീറ്റർ ദൂരമുള്ള പൂക്കോട്ടുംപാടം കാറ്റാടിക്കടവ് റീച്ച് 1 പൂർത്തീകരിച്ചത്. 2 വശങ്ങളിലും ഓടയും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ 12 മീറ്റർ വീതിയിലാണ് റോഡിന്റെ വികസനം. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ആകെ 34.4 കിലോമീറ്റർ നീളമുള്ള തമ്പുരാട്ടിക്കല്ല് വരെയുള്ള റോഡിന്റെ അനുബന്ധ റീച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മൈലാമ്പാറ ടൗൺ നവീകരണത്തിന്റെ ഉദ്ഘാടനവും പൊതുമരാമത്ത് മന്ത്രി നിർവഹിച്ചു.
മൈലാമ്പാറ നഗരത്തിൽ 1 കിലോമീറ്റർ നീളത്തിൽ 2.30 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. നിലമ്പൂരിൽ 500 കോടിയുടെ പൊതുമരാമത്ത് വികസന പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിലെ 208 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ 182 കിലോമീറ്ററും BMBC നിലവാരത്തിലായി. 126 കോടി ചെലവഴിച്ച് 7 റോഡുകളുടെ നവീകരണം വിവിധ ഘട്ടങ്ങളിലാണ്. 3 പാലങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നതായി മന്ത്രി പറഞ്ഞു. പൂക്കോട്ടുംപാടം ഗുഡ്വിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, സ്ഥിരം സമിതി അധ്യക്ഷൻ NA കരീം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് O അനിതാ രാജൻ, കാളികാവ് ബ്ലോക്ക് അംഗങ്ങളായ PM ബിജു, K രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാദ, CPM ജില്ലാ സെക്രട്ടറി VP അനിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KA ജയ, പൊതുമരാമത്ത് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൽ ഗഫൂർ CH തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മലപ്പുറം.